ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ താപം നിത്യജീവിതത്തിൽ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 2ൽ നമ്മൾ ലാസ്റ്റ് നോക്കിയത് താപനിലയെ കുറിച്ചിട്ടാണ്. ഇന്ന് നോക്കാൻ പോകുന്നത് അന്തരീക്ഷ താപനിലയെ കുറിച്ചാണ്. പകലാണോ രാത്രിയിലാണോ അന്തരീക്ഷത്തിൻ്റെ താപനില ഉയരുന്നത്? എന്തുകൊണ്ട്? അപ്പം ഏറ്റവും കൂടുതൽ ചൂട് അഥവാ താപനില അനുഭവപ്പെടുമ്പോഴാണ് പകലാണ് അല്ലേ. രാവിലെയുള്ള താപനില ആയിരിക്കുമോ ഉച്ചയ്ക്ക് അനുഭവപ്പെടുന്നത്, വൈകുന്നേരമോ? അപ്പോൾ ഉച്ചയ്ക്ക് താപനില വളരെ കൂടുതലായിരിക്കും, അതിനേക്കാൾ കുറവായിരിക്കും രാവിലെയും വൈകുന്നേരവും. അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസം പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് കാരണമാകുമോ? സൂര്യൻ്റെ താപം മൂലം ഭൂമിയിലെ മണ്ണും ജലവും ചൂടാകുന്നു. ഒരേ സമയം മണ്ണും ജലവും വെയിലത്ത് വെച്ചാൽ ഏതാവും വേഗത്തിൽ ചൂടാവുക? നിങ്ങളുടെ ഊഹമെന്ത്? നിങ്ങളോടൊരു ചെറിയൊരു പ്രവർത്തനം ഇവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കുറച്ച് മണ്ണും കുറച്ച് ജലവും എടുത്തിട്ട് ഒരേ സമയം വെയിലത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഏതാണ് ആദ്യം ചൂടാവുന്നതെന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും ആദ്യം ചൂടായിട്ടുണ്ടാവുക? മണ്ണ്. നിങ്ങളുടെ ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കാൻ നമുക്കൊരു പരീക്ഷണം ചെയ്യുക. അപ്പം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു പരീക്ഷണം കൂടി ചെയ്യാം. അപ്പം ആദ്യം പരീക്ഷണത്തിന് വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആവശ്യമായ സാമഗ്രികൾ: 2 ഗ്ലാസ് ടംബ്ലറുകൾ, 2 ലബോറട്ടറി തെർമോമീറ്ററുകൾ, ജലം, മണൽ. ഇത്രയും സാധനങ്ങളാണ് പരീക്ഷണം ചെയ്യാൻ വേണ്ടത്. അപ്പോൾ പരീക്ഷണം നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഗ്ലാസ്സിൽ മണലും മറ്റൊരു ഗ്ലാസ്സിൽ ജലവും എടുത്ത് ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിച്ച് താപനില പരിശോധിക്കുക. 2 ഗ്ലാസും വെയിലത്ത് വെക്കുക. തുടർന്ന് 20 മിനിറ്റ് ഇടവിട്ട് മണലിൻ്റെയും ജലത്തിൻ്റെയും താപനില തെർമോമീറ്റർ ഉപയോഗിച്ച് അളന്ന് പട്ടികയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പരീക്ഷണം എന്താണ്? ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ 2 ഗ്ലാസ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ ചിത്രത്തിലേതുപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ മണലും എടുക്കുക. എന്നിട്ട് 2ലും ഓരോ തെർമോമീറ്റർ ഇറക്കി വെച്ച് 2ഉം ഒരേ സമയം വെയിലത്ത് വെക്കുക. എന്നിട്ട് ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും താപനില നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷണം നിങ്ങളുടെ ടീച്ചറെ സഹായത്തോടു കൂടി ചെയ്ത് ഈ പട്ടിക പൂർത്തീകരിച്ചാൽ മതി. മണലാണോ ജലമാണോ വേഗത്തിൽ ചൂടായത്? അപ്പോൾ ഈ പരീക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മണലാണ് വേഗത്തിൽ ചൂടായത്. നേരത്തെ ഒരു പ്രവർത്തനം ചെയ്ത് നോക്കിയപ്പോൾ മണ്ണാണ് ചൂടായതെന്ന് മനസ്സിലായി. അതുപോലെ ഇവിടെ മണലാണ് വേഗത്തിൽ ചൂടായത്. തുടർന്ന് 2 ഗ്ലാസുകളും വെയിലിൽ നിന്ന് തണലിലേക്ക് മാറ്റുക. 20 മിനിറ്റ് ഇടവിട്ട് താപനില അളന്ന് രേഖപ്പെടുത്തുക. എന്നിട്ട് ആ വെയിലത്ത് വെച്ച ഗ്ലാസ് വെയിലത്ത് നിന്ന് എടുത്ത് തണലത്തേക്ക് മാറ്റുക. എന്നിട്ട് ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും അതിൻ്റെ താപനില നോക്കാം. അപ്പോൾ ഏതാണ് പെട്ടെന്ന് തണുത്തത് എന്ന് മനസ്സിലാവും. അപ്പോൾ എന്നിട്ട് ഇതേപോലെ ഈ ടീച്ചറുടെ സഹായത്തോടെ ഈ പട്ടിക പൂർത്തീകരിക്കുക. ഇനി മണലാണോ ജലമാണോ വേഗം തണുക്കുന്നത്? അപ്പോൾ മണലാണ് വേഗം തണുക്കുന്നത്. അപ്പോൾ ഈ 2 പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന നിഗമനം എന്താണ്? മണലാണ് പെട്ടെന്ന് ചൂടാകുന്നതും പെട്ടെന്ന് തണുക്കുന്നതും. നെക്സ്റ്റ്, കരക്കാറ്റും കടൽക്കാറ്റും. ജലം സാവധാനവും മണൽ വേഗത്തിലും ചൂടാകുന്നു എന്ന് കണ്ടെത്തിയല്ലോ. ചൂടായ മണൽ വേഗം തണുക്കുകയും ചൂടായ ജലം സാവധാനത്തിൽ തണുക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് പറയാം മണൽ വേഗത്തിൽ ചൂടാവുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യും. ജലം സാവധാനമാണ് ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നത്. ഭൂമിയിൽ കരയും കടലും ഉണ്ടല്ലോ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ കരയാണോ കടലാണോ വേഗം ചൂടാവുക? കര. രാത്രിയിൽ ഏതായിരിക്കും വേഗത്തിൽ തണുക്കുന്നത്? അതും കരയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പരീക്ഷണങ്ങളിൽ നമുക്ക് പറയാൻ പറ്റി ജലവും മണ്ണും കൂടി നോക്കുമ്പോൾ മണ്ണാണ് വേഗം തണുക്കുകയും വേഗം ചൂടാവുകയും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ പറയാം കരയാണ് വേഗം തണുക്കുകയും വേഗം ചൂടാവുകയും ചെയ്യുന്നത്. കടൽ സാവധാനമാണ് തണുക്കുകയും ചൂടാവുകയും ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കരക്കാറ്റും കടൽക്കാറ്റും എന്നാണ്. അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് കടൽക്കാറ്റ് എന്നാണ്. ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം കടലും അതേപോലെ തന്നെ കരയും കൂടി നോക്കുമ്പോൾ കരയാണ് വേഗത്തിൽ ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ്. അപ്പോൾ പകൽ സമയത്ത് കരയിലായിരിക്കും ചൂട് കൂടുതൽ. കരയോട് തൊട്ട് മുകളിലുള്ള വായു ചൂട് പിടിക്കുന്നു. ഈ വായു വികസിച്ച് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ കരയിൽ ചൂട് കൂടുതലായതുകൊണ്ട് കരയുടെ തൊട്ട് മുകളിലുള്ള വായുവിന് ചൂട് കൂടുതലായിരിക്കും. അങ്ങനെ ചൂട് കൂടി വികസിച്ച് മുകളിലേക്ക് പോകും. കരയുമായി താരതമ്യപ്പെടുത്തിയാൽ കടലിന് മുകൾ വായു തണുത്തതാണ്. കരയിലെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിന് മുകളിലെ തണുത്ത വായു ഈ സ്ഥലത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നത്. അപ്പം കരയിൽ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് പോയി. ഇനി
കടലുമായിട്ട് കരയെ താരതമ്യം ചെയ്യുമ്പോൾ കടലിൽ എന്താണ്, കടലിലെ വായു തണുത്തതായിരിക്കും. അപ്പോൾ ഈ കരയിലെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തേക്ക് എന്താണ്, കടലിലെ തണുത്ത വായു വരികയാണ്. അങ്ങനെയാണ് കടൽക്കാറ്റ് ഉണ്ടാവുന്നത്. എന്നാൽ രാത്രിയിലോ, കരയിലാണോ കടലിലാണോ രാത്രിയിൽ വായുവിന് കൂടുതൽ തണുപ്പുള്ളത് നമുക്ക് നോക്കാം. കരക്കാറ്റ്. കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു. അതിനാൽ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലാണ്. അതിനാൽ കടലിന് മുകളിലെ വായുവാവും കൂടുതൽ വികസിച്ചിരിക്കുക. അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു. ഇത് കരക്കാറ്റിന് കാരണമാകുന്നു. അപ്പോൾ രാത്രി സമയങ്ങളിൽ എന്താണ്, കര പെട്ടെന്ന് തണുക്കും. അപ്പോൾ കരയെ അപേക്ഷിച്ച് കടലിലായിരിക്കും ചൂട് കൂടുതൽ. അപ്പോൾ ഈ കടലിൻ്റെ മുകളിലുള്ള ചൂട് പിടിച്ച വായു എന്താണ്, വികസിച്ച് മുകളിലേക്ക് പോകും. അങ്ങനെ ആ സ്ഥലത്തേക്ക് എന്താണ്, കരയിൽ നിന്ന് തണുത്ത വായു വരികയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് കരക്കാറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ കരയിൽ നിന്ന് കടലിലോട്ട് വീശുന്നത്, കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കരയിലോട്ട് വീശുന്നത്. ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവും, ആരോ മാർക്ക് കണ്ടോ, കരയിൽ നിന്ന് കടലിലോട്ടാണ് ആരോ മാർക്ക് ഇട്ടിട്ടുള്ളത്. അതുപോലെ കടൽക്കാറ്റിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു 6ാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലെ വിലയിരുത്താം എന്ന പ്രവർത്തനമാണ്. അപ്പോൾ 1ാമത്തെ പ്രവർത്തനം, നിത്യജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. വലിച്ചു കെട്ടിയ വൈദ്യുത കമ്പികൾ വേനൽക്കാലത്ത് അയ്യുന്നു. ഒരു PVC പൈപ്പിൻ്റെ ഒരഗ്രം ചൂടാക്കി അതിനുള്ളിൽ അതേ വ്യാസമുള്ള മറ്റൊരു പൈപ്പിൻ്റെ അഗ്രം ഇറക്കി യോജിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ 2 സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താപവുമായി ബന്ധപ്പെട്ട് വസ്തുക്കളുടെ ഏത് സവിശേഷതയാണ് ഈ 2 സന്ദർഭങ്ങളിലും പ്രകടമാകുന്നത്? അപ്പോൾ ഈ 2 സന്ദർഭങ്ങളിലും എന്താണ്, ചൂട് കിട്ടിയിട്ട് രണ്ടും എന്താണ്, അയയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ താപീയ വികാസം എന്ന സവിശേഷതയാണ്. അപ്പം ഈ കമ്പിയും അതേപോലെ തന്നെ PVC പൈപ്പും എന്താണ്, ഖരാവസ്ഥയിലുള്ള 2 വസ്തുക്കളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഖരവസ്തുക്കളുടെ താപീയ വികാസം എന്ന സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയാം. ഇനി ആദ്യത്തെ B ക്വസ്റ്റ്യൻ, വെയിലത്ത് വെച്ച വീർപ്പിച്ച ബലൂൺ പൊട്ടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാമോ? അപ്പോൾ ഈ താപീയ വികാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെയിലത്ത് വെച്ച ബലൂൺ പൊട്ടുന്നത് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ബലൂൺ വീർപ്പിച്ച് വെയിലത്ത് വെച്ചാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അവിടെ നടക്കുന്നത് വാതകത്തിൻ്റെ താപീയ വികാസമാണ്. അപ്പോൾ ഈ ബലൂണിനകത്തുള്ള വായു എന്താണ്, ചൂട് കൊണ്ടിട്ട് വികസിക്കുകയാണ്. അങ്ങനെ വികസിച്ചിട്ട് അതിന് ബലൂണിനകത്ത് സ്ഥിതി ചെയ്യാൻ സ്ഥലമില്ലാതായിട്ട് വരും. അങ്ങനെ അതിന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് ബലൂൺ പൊട്ടുന്നത്. അപ്പം എന്താണ്, വാതകത്തിൻ്റെ താപീയ വികാസം. ബലൂൺ വെയിലത്ത് വെച്ചപ്പോൾ ബലൂണിനുള്ളിലെ വായു വികസിക്കുന്നു. അവിടെ വായുവിന് നിൽക്കാൻ ഇടമില്ല. അങ്ങനെ എന്താണ്, ബലൂൺ പൊട്ടി. അപ്പോൾ ഇതാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് 2ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷണത്തിൻ്റെ ക്രമീകരണം ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു പരീക്ഷണത്തിൻ്റെ ക്രമീകരണമാണ് ആ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പരീക്ഷണം എന്താണെന്ന് നോക്കാം. പ്ലാസ്റ്റിക് ട്യൂബ് ഘടിപ്പിച്ച ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ ഒരു ബീക്കറിലെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുന്നു. ട്യൂബിൻ്റെ അഗ്രഭാഗം ജലം നിറച്ച മറ്റൊരു ജാറിൻ്റെ അടിഭാഗത്തുള്ള സുഷിരത്തിലൂടെ കടത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്, ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ എടുത്തു, അതിൻ്റെ മുകളിൽ എന്താണ്, ഒരു ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഇഞ്ചക്ഷൻ ബോട്ടിലിനെ ഒരു ബീക്കറിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് ആ ട്യൂബിൻ്റെ മറ്റേ അഗ്രം വേറൊരു ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ജാറിലൊരു ഹോൾ ഇട്ടിട്ട് ഈ ട്യൂബ് ആ ജാറിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ക്രമീകരണം. ഇനി അവിടെ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുക? അപ്പോൾ ആ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ആ ട്യൂബിലൂടെ ഇഞ്ചക്ഷൻ ബോട്ടിൽ നിന്ന് എന്താണ്, വായു ഈ ജാറിലെ വെള്ളത്തിലെത്തി. അങ്ങനെ അതാണ് ആ കുമിളകളായിട്ട് കാണുന്നത്. ഇതിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം എന്താ? അപ്പം ഇവിടെ നടന്നത് എന്താണ്, വാതകത്തിൻ്റെ താപീയ വികാസമാണ്. ആ ഇഞ്ചക്ഷൻ ബോട്ടിലിനകത്ത് ആരുണ്ട്, വായു ഉണ്ട്. അപ്പം അതിനെ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ആ വായു എന്താണ്, ആ ചൂടുവെള്ളത്തിലെ ചൂട് വലിച്ചെടുത്ത് വികസിച്ച് ആ ട്യൂബിലൂടെ എന്താണ്, ജാറിലെ വെള്ളത്തിലെത്തി. അതാണ് നിങ്ങൾക്ക് കുമിളകളായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല. ഇനി അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന വസ്തുക്കളെ താപജാലകതയുടെ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് പട്ടികപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഈ വസ്തുക്കളെ
താപം കടത്തിവിടുന്നവ, താപം കടത്തിവിടാത്തവ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, താപം കടത്തിവിടുന്ന വസ്തുക്കളെ സുജാലകങ്ങളെന്നും കടത്തിവിടാത്ത വസ്തുക്കളെ കുജാലകങ്ങൾ എന്നുമാണ് പറയാറ്. അപ്പോൾ ഇതിൽ നിന്ന് സുജാലകങ്ങൾക്കും കുജാലകങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് സുജാലകങ്ങൾ. അപ്പോൾ സുജാലകങ്ങളിൽ ഇതിൽ ഏതൊക്കെയാണ് വരിക? ഇരുമ്പ്, ചെമ്പ്, സ്റ്റീല്, അലുമിനിയം. കുജാലകങ്ങൾ വരുന്നത് കടലാസ്, ബേക്കലൈറ്റ്, തടി, തുണി. ഇനി നാലാമത്തെ ചോദ്യം, പാചകം ചെയ്യുന്നതിനുള്ള പാത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പാത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥവും അതിൻ്റെ പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? താപം കടത്തിവിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക. അതായത് നമ്മൾ പാചകം ചെയ്യാൻ എടുക്കുന്ന പാത്രവും അതിൻ്റെ പിടിയും നിർമ്മിച്ചിട്ടുള്ളത് ഒരേ പദാർത്ഥം കൊണ്ടല്ല. അതിനുള്ള കാരണം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഉത്തരം, അടുക്കള പാത്രങ്ങൾ നിർമ്മിക്കുന്നത് സുജാലകങ്ങൾ കൊണ്ടാണ്. അവ ചൂട് കടത്തിവിടുന്നു. എന്നാൽ പാത്രങ്ങളിലെ കൈപ്പിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കുജാലകങ്ങളെയാണ്. അവ താപത്തെ കടത്തിവിടുന്നില്ല. അതായത് പാത്രങ്ങൾ നിർമ്മിക്കുന്നത്, പാചകം ചെയ്യുന്ന പാത്രങ്ങൾ നിർമ്മിക്കുന്നത് സുജാലകം എന്ന് പറഞ്ഞാൽ താപം കടത്തിവിടുന്ന വസ്തുക്കൾ കൊണ്ടാണ്. എന്നാലാണ് താപം അഥവാ ചൂട് കടത്തിവിട്ടിട്ട് ആഹാരം പാകം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അതിൻ്റെ കൈപ്പിടി നിർമ്മിച്ചിട്ടുള്ളത് താപം കടത്തിവിടാത്ത വസ്തുക്കളായ പ്ലാസ്റ്റിക്, മരം, റബ്ബർ അതുകൊണ്ടൊക്കെ ആയിരിക്കും, കുജാലകങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ എന്നാലാണ് ഇപ്പോൾ സ്റ്റബിൻ്റെ മുകളിൽ നിന്നൊക്കെ നമുക്കത് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരേ അളവിൽ ചൂടുള്ള ചായ സ്റ്റീൽ ഗ്ലാസ്സിൽ തുറന്നും അതേ വലിപ്പമുള്ള ചില്ലു ഗ്ലാസ്സിൽ അടച്ചും വെച്ചിരിക്കുന്നു. ഏത് ഗ്ലാസ്സിലെ ചായയിലാണ് കൂടുതൽ സമയം ചൂട് നിലനിൽക്കുന്നത്? ചില്ലു ഗ്ലാസ്സിലെ ചായയിലാണ് കൂടുതൽ സമയം ചൂട് നിലനിൽക്കുന്നത്. കാരണം എന്താണ്? സ്റ്റീൽ ഗ്ലാസ് ഒരു സുജാലകമാണ്. അപ്പോൾ പെട്ടെന്ന് അതെന്താണ്, ചൂട് കടത്തിവിടുന്നുണ്ട്. അതിൽ നിന്ന് ചൂട് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ചില്ലു ഗ്ലാസ് ഒരു കുജാലകമാണ്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചൂട് നഷ്ടപ്പെടില്ല, അത് പെട്ടെന്ന് ചൂട് കടത്തിവിടില്ല. അപ്പം അതുകൊണ്ട് എന്താണ് ചില്ല് ഗ്ലാസ്സിലാണ് കൂടുതൽ സമയം ചൂട് നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ വിലയിരുത്താം എന്ന പ്രവർത്തനത്തിൽ 5 ചോദ്യോത്തരങ്ങൾ നോക്കി ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തു. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.